എന്റെ സ്ഥാനത്ത് സന്ധ്യ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാ, അങ്ങനെ തോറ്റുകൊടുത്ത് എനിക്ക് ശീലമില്ലല്ലോ. അയാളുടെ വെപ്പാട്ടിമാരുടെ എണ്ണം എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ മരിക്കുന്നത് വരെ അയാളുടെ ഭാര്യയുടെ സ്ഥാനത്ത് ഞാൻ മാത്രമേ ഉണ്ടാവൂ. ആ, എന്നിരുത്തി നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. എന്റെ ഭർത്താവിനെ കാര്യമായിട്ട് കുറച്ചുകൂടെ സ്നേഹിക്കാൻ തന്നെയാ എന്റെ തീരുമാനം. അല്ല, ഭാര്യയുടെ സ്നേഹം കിട്ടാത്തതുകൊണ്ട് അന്യസ്ത്രീകളെ അന്വേഷിച്ചു പോണ്ട. എന്നാ പിന്നെ ഞാൻ എന്റെ ഭർത്താവിനെ കുറച്ചുകൂടെ അങ്ങ് സ്നേഹിച്ചു കളയാന്ന് തീരുമാനിച്ചു. ആ അതിരെ മധുരമൊക്കെ നന്ദേട്ടന്റെ പാകത്തിന് തന്നെ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. ആ ചായ ഇങ്ങെടുത്തേ. ദാർക്കാ ഈ ചായ? എന്റെ ഭർത്താവിന്, അല്ലാതാർക്കാ. നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത്? ഇന്നു മുതൽ ഞാനൊരു നല്ല ഭാര്യ ആവാനുള്ള ശ്രമത്തില. ഇതുവരെ കൊടുക്കാൻ പറ്റാത്ത സ്നേഹം മുഴുവനും ഇനി ഞാൻ എന്റെ ഭർത്താവിന് വാരിക്കോരി കൊടുക്കാൻ പോവാ. ഇതിനകത്ത് വല്ല വിഷവും കലക്കി ആ പാവത്തിന് കൊടുക്കാനാണോ ഉദ്ദേശം? ഇപ്പൊ അങ്ങനെ ഒരു ഉദ്ദേശമില്ല. നിങ്ങളാരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പഴയ ആളല്ല. ഇന്നലെ രാത്രി ഞാൻ മാറി, ഒരുപാട് മാറി. ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഞങ്ങളുടെ യഥാർത്ഥ ലൈഫ്. പോട്ടെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്റെ ഈ ചേച്ചി പറഞ്ഞിട്ട് പോയതൊക്കെ സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ദിവസം ചായയിൽ ഉറപ്പായിട്ടും അവര് വിഷം കലക്കും. പാവം നന്ദേട്ടൻ, ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യം. പെട്ടെന്ന് സ്വഭാവം മാറുന്നവരെ സൂക്ഷിക്കണമെന്നാ പറയുന്നു. ഇതിപ്പോ ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെയൊക്കെ മാറുകയെന്ന് പറഞ്ഞാ നിന്റെ ചേച്ചി മറ്റെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന അർത്ഥം. അത് അവരുടെ മനസ്സിലെ പ്രതികാരമല്ലാതെ മറ്റെന്താ? ഇന്നലെ അവർക്കുണ്ടായ അപമാനം സഹിക്കാൻ പറ്റുന്നതാണോ? വെഡിങ് ആനിവേഴ്സറിക്ക് കാമുകിയോടൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കാൻ പോയ ഭർത്താവിന് പിറ്റേ ദിവസം രാവിലെ ഇതുപോലെ ചായ കൊണ്ടു കൊടുക്കാൻ അർച്ചനേട്ടത്തേക്ക് പറ്റുമോ? ആദരയ്ക്ക് പറ്റുമോ? ഒരു സ്ത്രീക്കും പറ്റില്ല. ഇത് അവന്തിയടുത്തിയുടെ അഭിനയാണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഇല്ല. ചതിക്കാൻ തന്നെ അവരുടെ ഉദ്ദേശം. എന്തായാലും ഈ കളി എവിടം വരെ പോകും നോക്കാം. പിന്നെ നമ്മളെക്കാൾ അവരെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്ന ആളാ നന്ദേട്ടൻ. ഈ അഭിനയം കൊണ്ടൊന്നും നന്ദേട്ടനെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രയും പെട്ടെന്ന് നന്ദേട്ടൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ രണ്ടിലൊരാൾ മാത്രം ഇവിടെ ജീവിച്ചിരിക്കൂ, അത് ഉറപ്പാ. അവന്തിക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഞാനാകെ ടെൻഷനിലാണ് നന്ദ. എന്തെങ്കിലും പ്രശ്നമായോ ഞാൻ എല്ലാവരോടത്തും പറയും. അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നൊരു പിടിയും കിട്ടുന്നില്ല. നന്ദനൊന്ന് വരുമോ? എനിക്കൊന്ന് കാണണം പ്ലീസ് നന്ദ. അതെ, ചായ കുടിക്ക്. ഞാനിതിൽ വിഷമൊന്നും ചേർത്തിട്ടില്ല. എവിടെ പോന്നു? ഈ ചായ കുടിച്ചിട്ട് പോയാ മതി. ഇത് കുടിക്കാതെ പോയാ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത്
നിങ്ങളുടെ അച്ഛന്റെ ഹൃദയം പൊട്ടിയുള്ള മരണമായിരിക്കും. റെസ്റ്റോറന്റിൽ സംഭവിച്ചതൊക്കെ ഞാനിപ്പോ തന്നെ അച്ഛനോട് പോയി പറയും. അതു മതി ഇപ്പൊ തുന്നി വെച്ചിരിക്കുന്ന നിങ്ങളുടെ അച്ഛന്റെ ഹൃദയം വീണ്ടും പൊട്ടിച്ചിതറിപ്പോവാൻ. എന്താ അത് വേണോ? ജുവൽ ബോക്സ് എവിടെ? അല്ല, ആ താലിമാല എത്ര പവനുണ്ട്? ഇനി ഞാൻ നിങ്ങളെ സ്നേഹിച്ചു കൊല്ലും. ഇതുപോലെ സ്ലോ പോയിസൺ കുറേശ്ശെ ഞാൻ നിങ്ങൾക്ക് തരും. എൻ്റെ മുന്നിൽ തന്നെ നിങ്ങൾ തീരും. അല്ലാതെ വേറൊരുത്തിയുടെ കഴുത്തിലും താലി കെട്ടാൻ നിങ്ങൾ ജീവനോടെ ബാക്കിയുണ്ടാവില്ല. തന്റെ മോഹത്തെ എങ്ങനെ ഇരിക്കുന്നേ? എന്താ പറ്റി? സച്ചേട്ടന് ഓഫീസിൽ പോകാൻ ധൃതിയായോ? ആ, എന്താ എന്താ കാര്യം? ആ മെഡിക്കൽ സ്റ്റോർ വരെ ഒന്ന് പോവാനാ. എന്താ പറ്റി? പനി വല്ലതുണ്ടോ? നോക്കട്ടെ. ആ, ചൂടൊന്നുമില്ലല്ലോ. തലവേദന ഉണ്ടോ? ഇല്ല. ആ, തലവേദനയില്ല, പനിയില്ല, പിന്നെന്താ? സച്ചേട്ടാ, എന്റെ ഡേറ്റ് തെറ്റിയിട്ട് ഒരാഴ്ചയായി. ആണോ? സച്ചേട്ടനൊരു പ്രഗ്നൻസി കിറ്റ് വാങ്ങിച്ചിട്ട് വരുമോ? ഒറ്റ മിനിറ്റേ, ഞാനിപ്പോ വാങ്ങിക്കൊണ്ടുവരാം. ഏയ് സച്ചിടാ, ഇതെന്തു പറ്റി? ആകെ സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? ആ, കാര്യമൊന്നുമില്ല. ഞാനെന്നേ മെഡിക്കൽ സ്റ്റോർ വരെ പോവാ. മെഡിക്കൽ സ്റ്റോറിലോ? ആ, അതിന് സച്ചിയുടെ എന്തിനാ പോകുന്നത്? ആരെങ്കിലും പറഞ്ഞു വിട്ടാ പോരെ? ഹേയ്, അതൊന്നും പറ്റില്ല. ഇത് നേരിട്ട് പോയി വാങ്ങേണ്ട മെഡിസിനാ. നേരിട്ട് പോയി വാങ്ങേണ്ട മെഡിസിനോ? ഇതിലെന്തോ ഉടായിപ്പ് സ്മെല് ചെയ്യുന്നുണ്ടല്ലോ. എന്താ സച്ചിടാ, സത്യം പറ. അതൊക്കെ ഉണ്ട് മോനെ, ഞാൻ തിരിച്ചു വന്നിട്ട് പറയാം. ഓക്കെ, ബൈ. അത് വേണ്ട, കാര്യം എന്തെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. ഇല്ലെങ്കിലേ ആ മെഡിസിൻ ഏതെന്ന് പറ, ഞാൻ പോയി വാങ്ങിട്ടോ. അയ്യോ, അത് പറ്റില്ല. ഞാൻ തന്നെ നേരിട്ട് പോയി വാങ്ങേണ്ട മെഡിസിനാ കേട്ടാ. ദേ, കള്ളം പറയാതെ മര്യാദയ്ക്ക് സത്യം പറ. ആ, അതെ, നിന്നോട് മാത്രം ഞാൻ ആ രഹസ്യം പറയട്ടാ. ഞാനേ പ്രഗ്നൻസി ടെസ്റ്റിന്റെ ഒരു കിറ്റ് വാങ്ങാനാ ഇപ്പൊ പോകുന്നേ. ആ, ഇത് സത്യമാണോ? അതെ, സത്യാണ് മോനെ. എന്റെ ദൈവമേ, ഇന്നിവിടെ പലതും നടക്കും. എടാ സന്ദീപേ, നീ ആരോടൊന്നും പറയല്ലേ. ഞാൻ തിരിച്ചു വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി സംഭവം ഓക്കെ ആണെങ്കിൽ പറയാം. ഞാൻ പോയിട്ടെ, ഇപ്പൊ വരാം കേട്ടാ.
ഉം. ഉം. അച്ഛാ ആതിരേ അച്ഛാ എല്ലാരും ഓടി വായോ ആതിരേ അച്ഛാ എന്താടാ നീ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നേ? സച്ചി എങ്ങോട്ടാ പോയത്? സച്ചിയേട്ടൻ ഒരു ബോംബ് പൊട്ടിക്കാനുള്ള മെറ്റീരിയൽസ് വാങ്ങാൻ പോയിരിക്കാം. ബോംബ് പൊട്ടിക്കാനുള്ള മെറ്റീരിയൽസോ? നീ എന്തൊക്കെയാ ഈ പറയുന്നത്? അച്ഛൻ ഏതെങ്കിലും ബേക്കറിയിൽ വിളിച്ച് കുറച്ച് സ്പെഷ്യൽ ലഡുവിന് ഓർഡർ ചെയ്യും. എന്തൊക്കെയാ സന്ദീപേ പറയുന്നേ? ഒരാൾ ബോംബ് വയ്ക്കാനുള്ള മെറ്റീരിയൽ വാങ്ങാൻ പോകുന്നു, അച്ഛനിപ്പോ ലഡു വാങ്ങിച്ചു വെക്കണം. ഇതൊന്നും തമ്മിൽ പരസ്പര ബന്ധമൊന്നുമില്ലല്ലോ. പരസ്പര ബന്ധമൊക്കെ ഉണ്ടാവും. ചിലപ്പോ ഇന്നിവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചെന്നും വരും. അച്ഛൻ എല്ലാവർക്കും ലഡു വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറായിക്കോ. സച്ചിയുടെ പോയിരിക്കുന്നതേ അർച്ചനായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റ് മേടിക്കാൻ വേണ്ടിയാ. സത്യമാണോ മോനെ നീ പറയുന്നത്? ആ സത്യം. ഈ വീടിന് മുറ്റത്ത് അർച്ചനേട്ടത്തിയുടെയും സച്ചിയേട്ടന്റെയും കുഞ്ഞുങ്ങള് ഓടിക്കളിക്കാൻ പോകുന്നു. ഒന്ന് ചുമ്മാതിരിക്കും സന്ദീപേ. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റ് വാങ്ങാനല്ലേ പോയുള്ളൂ, അല്ലാതെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ലല്ലോ. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ പോസിറ്റീവ് ആവണമെന്നൊന്നുമില്ല, ചിലപ്പോ നെഗറ്റീവ് ആയെന്നും വരാം. ആവശ്യമില്ലാതെ ഇതിന്റെ പുറത്ത് ബഹളമൊന്നും വെക്കണ്ട. സച്ചിയേട്ടന്റെ സന്തോഷം കണ്ടപ്പോ എനിക്കിത് സത്യമാണെന്ന് തോന്നുന്നു. അച്ഛാ, സച്ചിയുടെ ഭയങ്കര സന്തോഷത്തിലാ പോയത്. നിന്ന് ഡ്രാമ കളിക്കാതെ ലഡുവിന് വിളിച്ച് പറയടാ. എവിടെ അർച്ചന? മോളെ അർച്ചനെ! അയ്യോ വിളിക്കല്ലേ. ഇത് ഏട്ടത്തിയോട് ചോദിക്കാൻ പാടില്ല. അതെന്താ? സച്ചിയേട്ടൻ എന്നോട് രഹസ്യമാക്കി വെക്കാൻ പറഞ്ഞിട്ട് പോയതാ. നീ പോടാ അവിടുന്ന്. ഞാനിത് എല്ലാവരോടും പറയും. മോളെ ആതിരേ, സ്നേഹേ, ഓടിവാ. ആതിരേ, സ്നേഹേ, അർച്ചനെ, മോളെ. അച്ഛന്റെ കിളി പോയെന്ന് തോന്നുന്നു. ആതിരേ ആതിരേ ഇതെങ്ങാനും സത്യമായ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അർച്ചന ഗർഭിണിയായ പിന്നെ അവളെ താഴത്തും തലയിലും വെക്കാതെ കൊണ്ടു നടക്കും ഈ കിളവൻ. പിന്നൊരു കോന്തൻ ഭർത്താവും. ഈശ്വരാ, ഇതൊരിക്കലും ശരിയാവല്ലേ. എല്ലാ തവണത്തേതും പോലെ ഇത് നെഗറ്റീവായിട്ട് തന്നെ പോണേ. ഹലോ, എക്സ്ക്യൂസ് മീ. എന്താ വേണ്ടത്? ആ അല്ല, അത് പിന്നെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലേ? ഈ എനിക്ക് മരുന്നൊന്നും വേണ്ട. മരുന്ന് വേണ്ടേ? ആ പിന്നെന്താ വേണ്ടത്? ഈ പ്രഗ്നൻസി. ആർക്കാ പ്രഗ്നൻസി? എൻ്റെ വൈഫിനാ. ആ അത് നോക്കാനൊരു പ്രഗ്നൻസി കിറ്റ് വേണം. ഓ, അതാണോ കാര്യം? അതിന് ഇത്രയ്ക്ക് നാണിക്കുന്നത് എന്തിനാ? പ്രഗ്നൻസി കിറ്റ് വേണോന്ന് പറഞ്ഞാ പോരെ? എത്രയായി? 50. ഇത് നോക്കാനൊക്കെ അറിയാലോ അല്ലേ? ആർക്ക്? എനിക്കോ? നിങ്ങൾക്കല്ല, വൈഫിന്. പിന്നെ അറിയായിരിക്കും. അറിയാനൊന്നുമില്ല, രണ്ടുപേരെ തെളിയുന്നുണ്ടോ നോക്കിയാ മതി. ഇതിന്റെ റിസൾട്ട് കറക്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ? ഇത് നല്ല ക്വാളിറ്റിയുള്ള പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് തന്നെയാ. ഓ ഇത് തെറ്റില്ല. ശരി, താങ്ക്സ്. ആ, പാവം, ആദ്യമായിട്ടാന്ന് തോന്നുന്നു.
ആ സച്ചേട്ടാ സാധനം കിട്ടിയോ? ആ കിട്ടി. ആ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങാൻ പോയതിന്റെ വെപ്രാളാണോ ഇത്? ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യന്റിന് മരുന്ന് വാങ്ങാൻ പോയ പോലെ ഉണ്ടല്ലോ. ഹാർട്ട് അറ്റാക്കിന് പോലും ഇത്രയും ടെൻഷൻ ഉണ്ടാവും തോന്നുന്നില്ല അല്ലേ ചേട്ടാ? അതെ, ഞാനേ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. ജീവിതത്തിൽ ആദ്യമായിട്ട് അച്ഛനാവാൻ പോവല്ലേ. ടെൻഷൻ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തായാലും ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം അച്ഛാ. ഗർഭിണികളുടെ എണ്ണം ഈ വീട്ടിൽ കൂടി വരിക. അർച്ചന പ്രഗ്നന്റ് ആവാൻ വേണ്ടിയാണല്ലോ നിങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിച്ചത്. സത്യമാണ് മോളെ. അർച്ചനയ്ക്കും സച്ചിക്കും ഒരു കുഞ്ഞുണ്ടായി കാണാൻ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു. എന്നെങ്കിലും അതിനൊരു ഫലം ഉണ്ടായാൽ മതിയായിരുന്നു. ആ ഡോക്ടർ എന്നെല്ലാം മിടിക്കാണെന്നാ സച്ചിയേട്ടനും അർച്ചനടുത്ത് പറഞ്ഞത്. ഞാൻ ഇന്റർനെറ്റിൽ നോക്കി, അവരെ കുറിച്ചുള്ള റിവ്യൂസ് ഒക്കെ വളരെ നല്ലതാ. ഓ, അതിലൊന്നും ഒരു കാര്യവുമില്ല. കാശ് കൊടുത്താ എത്ര റിവ്യൂ വേണമെങ്കിലും കിട്ടും. അതിനിവിടെ ഒരുപാട് ഏജൻസികളുണ്ട്. അതൊക്കെ കാണുമായിരിക്കും. പക്ഷേ ഈ ഡോക്ടർ അങ്ങനെയല്ല. കുഞ്ഞുങ്ങളില്ലാത്ത വിഷമവുമായി അവരുടെ അടുത്ത് ചെന്നിട്ടുള്ള എല്ലാ ദമ്പതികൾക്കും അവരുടെ ചികിത്സ കൊണ്ട് ഫലം ഉണ്ടായിട്ടുണ്ട്. ഫലം ഉണ്ടായോ ഇല്ലയോന്ന് ഇപ്പൊ നമുക്കറിയാലോ. ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അർച്ചനേട്ടത്തിന്റെ പ്രഗ്നൻസിയുടെ കാര്യം അവന്തി കേട്ടതിക്ക് അത്ര സന്തോഷമായിട്ടില്ല. എങ്ങനെയാവും? അവളും ഒരു പെണ്ണല്ലേ. അർച്ചനയ്ക്കും ആതിരയ്ക്കും കുഞ്ഞുങ്ങളായി. സ്നേഹയും പ്രഗ്നന്റായി. അർച്ചനയുടെ പ്രഗ്നൻസിയുടെ കാര്യത്തിലും ഏതാണ്ടൊരു തീരുമാനമായി. പിന്നെ ഈ വീട്ടിൽ കുട്ടികളില്ലാത്തത് ആർക്കാ? അവന്തിക്ക് മാത്രമല്ലേ. അതിന്റെ വിഷമം അവളുടെ ഉള്ളിൽ കാണും. നീ അതിന്റെ പിന്നാലെ നടന്ന് കളിയാക്കാൻ നിൽക്കണ്ട. മനസ്സിലായോ? ഓ മനസ്സിലായി. പക്ഷേ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ലല്ലോ അവന്തി കേട്ടതിക്ക്. അർച്ചന, പ്രഗ്നൻസി കിറ്റ് റെഡി. അല്ല, താനെന്തിനാ വാതിലടച്ചേ? എന്ത് പണിയാ സച്ചിൻ നീ കാണിച്ചേ? ആരോടും പറയാതെ പോയി വാങ്ങണമെന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നേ. ഇതിപ്പോ ഇവിടെ എല്ലാവരും അറിഞ്ഞു. അച്ഛൻ വരെ വന്ന് എന്നോട് ചോദിച്ചു. ഞാനാകെ വല്ലണ്ടായിപ്പോയി. ആ അത് കൊള്ളാം. അതിന് ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ. സച്ചേട്ട് പിന്നെ സന്ദീപിനോട് പറഞ്ഞില്ല? അത് പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പോയപ്പോ സന്ദീപിനെ കണ്ടു. സന്തോഷം കൊണ്ട് ഞാൻ അവനോട് മാത്രം പറഞ്ഞു. അവനോട് മാത്രം പറഞ്ഞു പോലും? അവനത് ആതിരയോട് പറഞ്ഞു. അവൾ ഇവിടെ എല്ലാവരോടും പറഞ്ഞു. ഇനി അറിയാൻ ഒരാൾ പോലും ബാക്കിയില്ല. ഇതിനേക്കാൾ നല്ലതേ ഒരു മയക്ക് വെച്ച് കെട്ടി പറയുന്നതായിരുന്നു. എടോ, അതിനെന്താ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. നമ്മൾ എത്ര നാളായിട്ട് ഈ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുക. നമ്മൾ മാത്രമല്ല, ഇവിടെ എല്ലാവരും. സന്തോഷമുണ്ടല്ലേ ആതിര എല്ലാവരോടും പറഞ്ഞത്? ഈ സച്ചേന്റെ ഒരു കാര്യം, ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് വിശേഷമായും ചോദിക്കുമ്പോ എന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സച്ചേട്ടാ, ഇതൊക്കെ നമ്മൾ മാത്രം സ്വകാര്യമായിട്ട് നോക്കി അറിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞാൽ പോരായിരുന്നോ? എന്നിട്ടൊന്ന് ചിരിക്കുന്നുണ്ടല്ലേ? എന്ത് ചെയ്യാനോടോ, പറ്റിപ്പോയി. താൻ വിട്ടുകളാം. എടോ, താനൊരു അമ്മയും ഞാനൊരു അച്ഛനും ആകാൻ പോകുന്നതിന്റെ അഭിമാനത്തെക്കാൾ വലുതായി വേറെ നമുക്ക് എന്താ ഉള്ളത്? അതൊക്കെ ശരി തന്നെയാ.
എന്നാലും ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ വിട്ടേക്ക്. താൻ ആദ്യം സംഗതി സത്യമാണോ നോക്ക്. എനിക്ക് ടെൻഷൻ കൊണ്ട് നിൽക്കാൻ വയ്യ. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? താൻ പെട്ടെന്ന് നോക്ക്. ഇതാ ഒന്ന് എണീറ്റ്. എന്തിന്? പറയാം, എണീക്ക്. എഴുന്നേക്കാൻ? ഇങ്ങോട്ട് വന്നേ. വാ, എണീക്ക്. വാ. ഏയ് വരാൻ. എന്താ? ഏയ് കാര്യം പറ. ഇങ്ങ് വാ. എന്താ? ഞാൻ പറയാം, ഇങ്ങോട്ട് വന്നേ. എന്താ? എന്തിനാ? അല്ല അർച്ചന, ഞാനെന്തിനാ പുറത്തു പോന്നേ? ഇറങ്ങ്, പുറത്തിറങ്ങ. ഞാൻ ഇറങ്ങി പോ. ഏയ് എന്താ? ഇതെന്താ സച്ചിയുടെ പുറത്താക്കുന്നേ? അതെ, ഞാൻ തെറ്റ് ചെയ്തു. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനുള്ള കിറ്റ് വാങ്ങാൻ പോകുന്നത് ഇത്രയ്ക്കും വലിയ കുറ്റമാണോ? എടാ സന്ദീപേ, നിന്നോട് ഞാൻ ആരോടും പറയില്ലെന്നല്ലേ പറഞ്ഞത്? അത് ദേ, ഞാൻ ഇവളോട് മാത്രമേ പറഞ്ഞുള്ളൂ. ഓഹോ, അതിനിപ്പോ എന്താ? ഇതങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യമാണോ? അതിരിക്കട്ടെ, ചേച്ചി നോക്കിയോ? ഇല്ലെന്നേ. നോക്കാൻ പറഞ്ഞാനാ എന്നെ പിടിച്ച് പുറത്താക്കിയത്. ഞാൻ വരണോ? ദേ, ഇവളെ പിടിച്ചോ. ഇതൊക്കെ നോക്കിയേ, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാ അല്ലേ? ആരും വരണ്ട, ഞാൻ നോക്കിക്കോളാം. അല്ല അർച്ചന, ഞാൻ ഏയ്